ഹലോ ഗൈസ്, എലിസ ക്രിയേഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എലിസബത്ത് ജോമി. ഇന്ന് ഞാനിത് ഈ എയർ ഗണ്ണിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എയർ ഗണ്ണിൻ്റെ പവർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു 3 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡിനും ബ്രദറിനും കൂടി ഒരു ഇൻട്രസ്റ്റ് തോന്നി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒന്ന് നോക്കാം. ഇത് കൊച്ചിൻ ആർമർ എന്ന് വാങ്ങിച്ചതായിരുന്നു അന്ന്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പെല്ലറ്റ് 4.5-ൻ്റെ പെല്ലറ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പ്രതലത്തിലും ഇത് എങ്ങനെയാണ് ചെന്ന് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഗണ്ണ്. ഇത് ഇത്തിരി അത്യാവശ്യം നല്ല വെയിറ്റ് ആണെന്ന് എനിക്ക് എടുക്കാനൊന്നും പറ്റണില്ല. ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് നന്നായിട്ട് ബലം കൊടുത്താൽ ഇത് ഒടിയുള്ളൂ. ഒടിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് പെല്ലറ്റ് വെക്കണം. ഇത് ഒടിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടാവുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പെല്ലറ്റ്. ഇതിൻ്റെ സൈസ് 4.5 ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിനകത്ത് ഇടുന്നതെന്ന് ലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ. അപ്പോൾ ഇത് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഒടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പെല്ലറ്റ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടല്ലോ പെല്ലറ്റ് വയ്ക്കണേ. ഇനി ഇത് ഇതേപോലെ തന്നെ സ്പീഡിൽ തട്ടണം. ഇതേ നമ്മുടെ പെല്ലറ്റ് ലോഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി നമ്മൾ എവിടെയാണെന്ന് വെച്ച് എയിം എടുത്താൽ മാത്രം മതി. ഇത് ഈ ബലൂൺ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഗണ്ണെടുത്തിട്ട് വരാവേ. ഞാനിപ്പോൾ ഗണ്ണെടുത്ത് എനിക്ക് അത്രക്ക് വലിയ ഉഞ്ഞൊന്നും ഇല്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളേ. ഇതിനകത്ത് എയിം കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ് എനിക്ക്. ഞാൻ പറഞ്ഞിട്ടേ അടിക്കുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം എയിം കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചേ. ബലൂണിട്ട് കൊണ്ടെന്ന് തോന്നുന്നു. സൈഡിൽ കൊണ്ടതേ ഉള്ളേ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കീറ്റി പോയ പോലെ പോയത്. നമുക്ക് അടുത്തത് പോയി നോക്കാം. അടുത്തത് സൂപ്പറായിട്ട് കിട്ടും. ഇത് ഒടിക്കണ്ടേ? ഇത് ഒടിക്കാൻ ഒടിക്കാൻ പറ്റില്ല. എൻ്റെ ദൈവം ഓടിക്കാൻ പറ്റില്ല. പെല്ലറ്റ് ഇടാൻ പോവാണേ. എല്ലാവരും ശ്രദ്ധിച്ചു തന്നു. അതെ കണ്ട, ഇങ്ങനെ പെല്ലറ്റ് ഇടുക. ഒറ്റത്തട്ട് എടുക്കാവേ. നീ പറയണ പോലെ അത്ര പെട്ടെന്ന് നടക്കണ കാര്യം. കൊടുക്കാൻ പോയാണേ. ഇടുക്കനായിട്ട് പോയില്ലേ? അപ്പൊ നമുക്ക് ഗൈസ്, അപ്പോൾ ഇത് കളർ വെള്ളം നിറച്ച ബലൂണാണ് കിടക്കുന്നത്. എന്ത് കളറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ്റ്റ് ചെയ്യാൻ പറ്റുക? അതായത് എനിക്കും അറിയാൻ പാടില്ല. ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. കൊടുക്കാൻ പോണാണേ പണി. ശരിക്കും വെച്ചോ. കൊണ്ട് നന്നായിട്ട് കൊണ്ട് അല്ലേ? ഇപ്പൊ കണ്ടല്ലോ, എല്ലാരും കണ്ടല്ലോ. ഞാൻ സൂപ്പറായിട്ട് അടിച്ചില്ലേ? ഇത് ഞാൻ ഇന്നലെ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ ഇന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇന്നലെ എന്നെ പഠിപ്പിച്ച് തന്നായിരുന്നു ഈ സംഭവമൊക്കെ. ഇതിൻ്റെ എയിം നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. വെള്ളം നിറച്ച ബലൂണാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമുക്കിത് എടുത്തിട്ട് നമ്മൾ ഈ ചാലിലേക്കൊന്ന് എറിഞ്ഞ് നോക്കാം. എന്നിട്ട് അതിൻ്റെ എവിടെ നിന്ന് നമുക്കൊരു ബലൂൺ എങ്ങനെയാണ് പൊട്ടിക്കണമെന്ന് നോക്കാം. കണ്ടല്ലോ എന്ത് കളറിലെ ബലൂൺ വെള്ളമാണെന്ന് ഇതെനിക്ക് അറിയാൻ പാടില്ലേ. ഞാനിപ്പോൾ ഇട്ട് നോക്കാൻ പോവുകയാണേ. കൊണ്ടോ പൊട്ടിപ്പോയി. പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൊണ്ടേ സൂപ്പറായിട്ട് കൊണ്ടിട്ടുണ്ട്. പക്ഷെ കളർ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വെള്ളം. ഗൈസ്, അപ്പോൾ ഇനി അടുത്തത് ആ ഇരിക്കുന്ന കുപ്പിയാണ്. വെള്ളം നിറച്ച കുപ്പിയാണ്.
അപ്പോൾ അതിനകത്ത് കൊള്ളുവാന്ന് ബലൂണല്ല ഏതായാലും സിമ്പിളായിട്ട് പൊടി. ഇതിന് പക്ഷേ വിസ്താരം കുറവായതുകൊണ്ടേ ചിലപ്പോൾ കൊള്ളാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം അത് എങ്ങനെയായിരിക്കും അതിൽ എഫക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു സേഫ്റ്റി ലോക്ക് ഉണ്ട്. ഈ ലോക്ക് മുൻപോട്ട് മാറ്റിയാൽ മാത്രമേ ട്രിഗർ വലിക്കാൻ പറ്റുള്ളൂ. അത് ഒരു വളരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന വളരെ നല്ലതാണ്. നിങ്ങൾ ആരെങ്കിലും ഗണ്ണ് വാങ്ങിക്കുവാണെങ്കിൽ ആ സേഫ്റ്റി ലോക്ക് ഉള്ളത് നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കൊള്ളുവാന്ന് നോക്കാം. ഞാൻ നേരത്തെ എടുത്തപ്പോൾ സേഫ്റ്റി ലോക്ക് മാറ്റാൻ മറന്നുപോയായിരുന്നു. ഇപ്പോൾ വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. കൊണ്ടില്ല. ഓ കഷ്ടമായി പോയി. അടുത്ത നോക്കി കയറ്റിട്ടുണ്ട്. രക്ഷയില്ല. കിട്ടുവേ ഇതിനകത്ത് കിട്ടുവേ. ലോക്ക് മാറ്റുവാണ്. മാറ്റി കൊടുക്കാൻ പോണാണ്. സൂപ്പർ. കിട്ടി കേട്ടാ. വെള്ളം ഞാൻ പോയി എടുത്ത് കാണിച്ചു തരട്ടെ. വേഗം നോക്കിയേ. ഇത് കണ്ടോ അത് ഈ സൈഡ് രണ്ട് സൈഡ് കട വെള്ളം വീഴും പറയാൻ പറ്റും. വേണ്ട രണ്ട് സൈഡിൽ നിന്ന് ഓരോ ഹോളാണ് വീണിരിക്കുന്നത്. വെള്ളം ഈ സൈഡിൽ കൂടി പോയിട്ട് ഈ സൈഡിൽ കൂടി വരുവാണ് ചെയ്തിരിക്കുന്നത്. ആ കറക്റ്റ് അങ്ങോട്ട് നേരെയല്ല കേട്ടോ പോയിരിക്കുന്നത്. ഗൈസ് അപ്പം നമുക്ക് അടുത്തത് ഒരു ചില്ല് ഗ്ലാസ്സിൽ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. നോക്കും കൊണ്ട് പോരാ. ഗ്ലാസ് വെക്കട്ടെ കേട്ടാ. ഒരു ഗ്ലാസ് എടുക്കാൻ പോവുകയാണേ. അടുത്ത ഗ്ലാസ്സിനിട്ട് പണിയെടുക്കാൻ പോവുകയാണേ. എയിം കണ്ടുപിടിക്കലാണ് ആദ്യം. ഈ സേഫ്റ്റി ലോക്ക് മാറ്റണം. ഇനി എയിം കണ്ടുപിടിക്കലൊരു ഭംഗിയാണ്. അയ്യോ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടേ അത് കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയല്ലേ. സൂപ്പർ. നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ അത് നീ ഒന്നും നോക്കാനില്ല. ശരിക്കും പൊട്ടി തെറിച്ചു പോയി. ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം പൊട്ടിപ്പോയി കേട്ടാ. 2-3 കുഞ്ഞു കഷ്ണങ്ങൾ മാത്രം. അടുത്തതായിട്ട് ഒരു കല്ലിലേക്കാണ് അടിക്കാൻ പോകുന്നത്. അതായത് ഹാർഡായിട്ടുള്ള പ്രതലത്തിൽ ഈ പെല്ലറ്റ് ചെന്ന് കഴിയുമ്പോൾ പെല്ലറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട്. പെല്ലറ്റിൻ്റെ ഒരു ഷേപ്പ് ഇതേ കണ്ടല്ലോ. വളരെ ചെറുതാണ്. ഒരു പ്രത്യേകതര ഷേപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ഈ കല്ലിൽ ചെന്ന് അടിക്കുമ്പോൾ എന്തവസ്ഥയിലാണിത് പിന്നെ ആകുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കല്ലിനാണോ പെല്ലറ്റിനാണോ ഇഞ്ചുറി ഉണ്ടാകണമെന്ന് നോക്കാതെ സേഫ്റ്റി ലോക്ക് മാറ്റുവാണേ. അയ്യോ എയിം കിട്ടണില്ല കേട്ടോ. കൊടുത്തോട്ടെ. അയ്യോ കല്ലിലൊരു ചെറിയ ഹോള് വീണിട്ടുണ്ട്. പക്ഷെ പെല്ലറ്റ് കാണാനില്ല കേട്ടോ. പെല്ലറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതല്ലേ? അതെ കാണാം. അല്ലല്ലേ? അല്ല അത് ഗ്ലാസിൻ്റെ കഷ്ണം. അപ്പം നമ്മൾ ആഗ്രഹിച്ച പരിപാടി നടന്നില്ല. സംഭവം കാണാനില്ല. ഇപ്പോൾ ആ പെല്ലറ്റ് എവിടെയാണെന്ന് കാണാനില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഫ്ലോപ്പായി പോയി. എങ്കിലും നമുക്ക് ഇതെങ്ങനെയാണ് ട്രിഗർ വലിക്കുന്നത്, ഇതിൻ്റെ കറക്റ്റ് എയിം നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാം. അതൊന്ന് നോക്കാം. വാ ഇങ്ങോട്ടാ. ഇത് കണ്ടല്ലോ. ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് പോലെ ഒരു ചെറിയൊരു കണ്ടല്ലോ. ഇത് കാണാമോ? ഈ സ്ക്വയറിലൂടെ നോക്കി അങ്ങേ അപ്പുറത്തെ ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബും ഈ സ്ക്വയറിനുള്ളിൽ ഈ നോബ് വരണം. അതേ പാരലായിട്ടുള്ള ലൈനിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ആ എയിമും വരണം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ എയിമും കൂടി വെച്ച് ട്രിഗർ വലിച്ചാൽ മതി. സംഭവം അവിടെ തന്നെ കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് കല്ലിൽ തന്നെ അടിച്ചു നോക്കാം. ഒരു പക്ഷേ കിട്ടിയാലോ. അയ്യോ അത് സംഭവം പോയി. പെല്ലറ്റ് പോയി. വേറൊരു വെള്ളത്ത് വരുക.
പെല്ലറ്റ് വെച്ചിട്ടുണ്ടേ. ഒറ്റയടിക്ക് തന്നെ ഇത് അടിച്ച് കയറ്റണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് എയിം വെക്കുവാണ്. ആദ്യം ലോക്ക് മാറ്റുക, അതിനുശേഷം എയിം വെച്ച് നോബ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കല്ല് എത്തിയിട്ടുണ്ട്. എടുക്കാൻ പോയാണേ. കൊണ്ടാ ഗൈസ്. അപ്പോൾ അതായത് നോക്കി, ഞാൻ നേരത്തെ കൊള്ളിച്ച അതേ സ്ഥലത്ത് തന്നെ പിന്നെയും കൂടെ എന്തോ ഭാഗ്യം കൊണ്ട് കറക്റ്റായിട്ട് അതേ സ്ഥലം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല, എന്നാലും ഇങ്ങനെ കാണാൻ പറ്റുന്നതിൻ്റെ വലിയ കാര്യം. ഞാനിപ്പോൾ ഈ ക്യാമറ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവിടെ മുഴുവൻ ഒന്ന് പരതട്ടെ കേട്ടോ. അഥവാ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ആ പെല്ലറ്റ് കിട്ടാതിരിക്കേണ്ട കാരണമില്ല. കാരണം ഇവിടെ 2-3 വീണിട്ടില്ല. ഇപ്പോൾ ഒരുപാട് വെടി വെച്ചല്ലോ, ഏതെങ്കിലും ഒരെണ്ണം കിട്ടാതിരിക്കില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. കുറച്ച് നേരത്തേക്ക് ക്യാമറ മാറ്റുവാണേ ഗൈസ്. അപ്പോൾ എത്ര നോക്കിയിട്ട് നമ്മുടെ പെല്ലറ്റ് കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എപ്പോഴെങ്കിലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ ഏതായാലും കിട്ടുന്നില്ല, കുറേ നോക്കി. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നവർക്കും അതിനു മുൻപ് വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടണും കൂടി നിൽക്കണം, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നവർക്കും കാണാനിരിക്കുന്നവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.